ലോകം ഉറ്റുനോക്കിയിരുന്ന അമേരിക്ക ഇറാൻ സമാധാന ചർച്ചകൾക്ക് അപ്രതീക്ഷിത തിരിച്ചടി. ഇന്ന് സ്വിറ്റ്സർലാൻഡിലെ ജനീവയിൽ നടക്കാനിരുന്ന നിർണായക ചർച്ചകളും തുടർ നടപടികളും അവസാന നിമിഷം റദ്ദാക്കി. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് പിന്മാറിയതോടെയാണ് യോഗം മാറ്റിവെച്ചതെന്നതാണ് സ്വിസ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള പുതിയ സമാധാന ധാരണയ്ക്ക് പിന്നാലെ തന്നെ ഇരു രാജ്യങ്ങളും നേരിട്ട് ചർച്ചകൾ നടത്തുകയും കരാറിന്റെ തുടർ നടപടികൾ വിലയിരുത്തുകയും ചെയ്തതായി തന്നെ അല്ലെങ്കിൽ അത് വിലയിരുത്താൻ തന്നെയാണ് ഇന്നത്തെ യോഗം നിശ്ചയിച്ചിരുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായ ഈ ഒരു മാറ്റം കരാറിന്റെ ഭാവിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തുകയാണ്. ഇതിനിടെ തന്നെ പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യം ഇപ്പോഴും ആശങ്കാജനകമാണ്. ലെബനനിൽ ഇസ്രായേൽ നടത്തുന്ന സൈനിക നടപടികൾ മേഖലയിൽ വീണ്ടും സംഘർഷ സാധ്യത വർദ്ധിപ്പിക്കുമെന്ന ആശങ്ക അന്താരാഷ്ട്ര തലത്തിൽ ഉയരുന്നുണ്ട്. സമാധാന ശ്രമങ്ങൾ പുരോഗമിക്കുമ്പോഴും മേഖലയിൽ സ്ഥിതിഗതികൾ പൂർണ്ണമായും ശാന്തമായിട്ടില്ല എന്നതാണ് വിലയിരുത്തൽ. അതേസമയം അമേരിക്കയും ഇസ്രായേലും തമ്മിൽ ഈ ഒരു വിഷയത്തിൽ അഭിപ്രായ ഭിന്നതകൾ ശക്തമാകുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ഇറാനുമായുള്ള സമാധാന ധാരണയെക്കുറിച്ച് ഇസ്രായേൽ പരസ്യമായി തന്നെ ആശങ്ക പ്രകടിപ്പിച്ചതോടുകൂടി തന്നെ ഇരു രാജ്യങ്ങളും തമ്മിൽ നയതന്ത്ര തലത്തിൽ വാക്കേറ്റങ്ങൾ തുടരുകയാണ്. മറ്റൊരു പ്രധാന വികസനം ലോക വ്യാപാരത്തിനും ഊർജ്ജ സുരക്ഷയ്ക്കും നിർണായകമായ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറന്നതാണ്. അമേരിക്ക ഇറാൻ ധാരണയുടെ ഭാഗമായാണ് ഈ നിർണായക നീക്കം. എന്നാൽ കടലിടുക്കിൽ അവിടെ സ്ഥാപിക്കപ്പെട്ട മൈനുകൾ നീക്കം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. അതുകൊണ്ട് തന്നെ കപ്പൽ ഗതാഗതം പൂർണ്ണമായും പഴയ നിലയിലേക്ക് എത്താൻ ഇനിയും സമയങ്ങൾ വേണ്ടിവരുമെന്നതാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. എങ്കിലും എണ്ണ ടാങ്കുകളുടെയും ചരക്ക് കപ്പലുകളുടെയും സഞ്ചാരം ക്രമേണ തന്നെ പുനരാരംഭിക്കുന്നത് ആഗോള വിപണിക്ക് വലിയ ആശ്വാസകരമാണ്. അതുപോലെ തന്നെ ജനീവയിൽ ചർച്ച റദ്ദായതോടുകൂടി തന്നെ സമാധാന പ്രക്രിയയുടെ അടുത്ത ഘട്ടം എന്തായിരിക്കുമെന്നതാണ് ഇപ്പോൾ ലോകത്തിന്റെ പ്രധാന ചർച്ച. പശ്ചിമേഷ്യയിൽ സമാധാനം അവിടെ ഉറപ്പാക്കാനുള്ള ശ്രമങ്ങൾ മുന്നോട്ട് പോകുമോ അതോ പുതിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നതാണ് ഇനി ഇവിടെ ആഗോള വലിയ രീതിയിൽ ഉറ്റുനോക്കുന്നത്. അതേസമയം അർദ്ധരാത്രി മുതൽ നടക്കുന്ന ആക്രമണത്തിൽ മരണം 18 തന്നെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. അതായത് ഈ ഒരു ധാരണയെ ബാധിക്കുമെന്ന ആശങ്ക ശക്തമാവുന്നുണ്ട്. ഇക്കാര്യം കാട്ടിക്കൊണ്ട് ഇറാൻ നിലപാട് ഘടിപ്പിച്ചേക്കും. അവിടെ വാക്കു തെറ്റിച്ചാൽ കനത്ത മറുപടി എന്ന ഇറാൻ പാർലമെന്റ് സ്പീക്കറുടെ മുന്നറിയിപ്പ് പോലും പുറത്തു വരുന്നുണ്ട്. അതേപോലെ തന്നെ ലെബനനിലെ ആക്രമണം അവിടെ വലിയ രീതിയിൽ അവസാനിപ്പിക്കണമെന്നതാണ് ഇപ്പോൾ ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇതിനിടെ തന്നെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇസ്രായേലിനെതിരെ നടത്തിയ പരാമർശം കൂടി ചർച്ചയാവുകയാണ്. ഇസ്രായേലിനെ സംരക്ഷിച്ച് മുന്നിൽ 2 ആയുധങ്ങളും അമേരിക്കൻ പൗരന്മാരുടെ നികുതി പണത്തോടെ ആയിരുന്നു എന്ന പ്രസ്താവന പുറത്തു വരുന്നുണ്ട്. ഇസ്രായേൽ ഇതിനോട് ഔദ്യോഗികമായി തന്നെ പ്രതികരിച്ചിട്ടില്ല. അതേപോലെ തന്നെ ഹോർമൂസിൽ കപ്പൽ ഗതാഗതത്തിന് ഇറാനും ഒരുങ്ങുമ്പോൾ ഹോർമൂസ് തുറന്നതായി തന്നെ UK മാരിടൈം ആണ് അറിയിച്ചിരിക്കുന്നത്. മൈനുകൾ നീക്കം ചെയ്യാൻ സമയമെടുക്കുമെന്നും അതേപോലെ തന്നെ അപകടനില വിവിധ ഏജൻസികൾ ഇവിടെ ഗൗരവപൂർവ്വം തന്നെ മുന്നോട്ട് നോക്കുകയാണ് എന്നതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.